ക്രൈസ്തവർ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അവരൊരു ജനാധിപത്യ വിശ്വാസികളാണ്. പ്രത്യേകിച്ച് അത് കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളതാണ്, തർക്കമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അതിന് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. കാരണം എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെ നിൽക്കാൻ കഴിയില്ല. പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ ക്രൈസ്തവ സമൂഹം ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് സമൂഹം. സഭാ നേതൃത്വത്തിൽ ചില ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വീക്ഷണ ചാഞ്ചല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണ നേതൃത്വത്തിന്റെ മാറ്റം അനുസരിച്ചൊക്കെ വരുന്നതാണ്. ഇവിടെ കേന്ദ്രമന്ത്രി വന്നത് ശ്രീ ശ്യാംരാജ് പറഞ്ഞത്, അദ്ദേഹം വന്നു, പക്ഷേ അത് ഒഴികയില്ല തന്നെ പറഞ്ഞു. അദ്ദേഹം വന്നു, കണ്ടു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് കേന്ദ്രമന്ത്രിമാർ ആര് വന്നിട്ട് സഭാ നേതൃത്വത്തെ കാണുകയാണെങ്കിൽ അത് രാഷ്ട്രീയം തന്നെയാണ്, സംശയമൊന്നും വേണ്ട. മാത്രമല്ല, അതിനുശേഷം ഒരു മൈക്രോ മൈനോറിറ്റി ആയിട്ട് തങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതായിട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം മൈക്രോ മൈനോറിറ്റി എന്ന് പറയണമെങ്കിൽ അതൊരു ആവശ്യമാണ്. ആ ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെക്കുകയാണ്. അതൊക്കെ രാഷ്ട്രീയം തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പം 3 മുന്നണി ഉണ്ടെങ്കിലും 2 മുന്നണികൾ തമ്മിലാണ് മത്സരം. അതിലൊരു മുന്നണി 10 വർഷമായിട്ട് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ജനവികാരം അവർക്കെതിരാണ്. ആ വികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സമൂഹങ്ങൾ, അത് ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും, അത് വോട്ടർമാരെന്ന് മാത്രമല്ല, അത് ശരാശരി മനുഷ്യരുടെ വോട്ടാണ്. ശരാശരി മനുഷ്യരെന്ന് വെച്ചാൽ എന്താണ്? നിത്യജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അവിടെ വേറെ രാഷ്ട്രീയമോ തത്വമോ ചിന്തയോ ഒന്നും ഇല്ല. അവിടെ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടുമില്ല, സംസ്ഥാന തലത്തിലുള്ള കാഴ്ചപ്പാടുമില്ല, ഒരു പ്രത്യയശാസ്ത്രവും ഒന്നുമില്ല. PSC നിയമനം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനം, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങള്, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ